വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനീ കടുകഠോര കുടു ശകടമാണു ശനി ശരണമാരു ശിവനേ ഗതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നെസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. പോലീസടുത്തെ ട്രാക്ക് മാറ്റി. നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. നവകേരള പൂർത്തീകരണം ഉറപ്പ്. LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ചെഗുവേരയെ അധിക്ഷേപിച്ച് കേരളത്തിലെ കോൺഗ്രസ്. വിവാദമായി സോഷ്യൽ മീഡിയ പോസ്റ്റ്. കൊള്ളസംഘമായി കോൺഗ്രസ്. വയനാട്ടിൽ സ്ഥലം വാങ്ങിയതിലും തട്ടിപ്പ്. ചുട്ടുപൊള്ളി കേരളം. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കൊല്ലത്തും പാലക്കാട്ടും താപനില 38 ഡിഗ്രി കടന്നേക്കും. വയനാട് ഫണ്ട് പിരിവ് ചോദ്യത്തിൽ വിരളിപ്പുണ്ട് സതീശനും KC വേണുഗോപാലും. മോദിയുടേത് ഏറ്റവും ഭയാനകമായ കാലം. ആത്മഹത്യ ചെയ്തത് 1.5 ലക്ഷം കർഷകരും തൊഴിലാളികളും. വിജു കൃഷ്ണൻ. LPG ക്ഷാമം മൂലം ഹോട്ടൽ അടച്ചുപൂട്ടി. ഉടമ മരിച്ച നിലയിൽ. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നയതന്ത്ര നീക്കം. ഇന്ത്യ പങ്കെടുത്തു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. നവകേരള പൂർത്തീകരണം ഉറപ്പ്. LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. നവകേരള പൂർത്തീകരണത്തിനായി ജനവിധി തേടുന്ന LDFന്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളം കൈവരിച്ച പുരോഗതിയുടെ തുടർച്ചയ്ക്കുള്ള 60 ദിന പരിപാടിയും 950 നിർദ്ദേശങ്ങളുമാണ് പ്രകടന പത്രികയിലുള്ളത്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടന പത്രിക പ്രകാശനം നിർവഹിച്ചു. LDF കൺവീനർ TP രാമകൃഷ്ണൻ, CPI നേതാവ് K പ്രകാശ് ബാബു, LDF നേതാക്കളായ K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീം തുടങ്ങിയവർ പങ്കെടുത്തു. വികസനം, ക്ഷേമം എന്നിവയ്ക്ക് പുറമെ നവലോകത്തെ അഭിമുഖീകരിക്കാൻ പുതിയ തലമുറയെ പ്രാപ്തമാക്കുന്നതിനുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിലുണ്ട്. 5 വർഷം കൊണ്ട് കേരളത്തെ വിജ്ഞാന സമൂഹമായി മാറ്റുമെന്ന് പ്രകടന പത്രിക പ്രഖ്യാപിക്കുന്നു. ലോകം ഏറെ വിസ്മയത്തോടെ കണ്ടതാണ് കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അടുത്ത ഘട്ടമായി കേവല ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. UDF സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 10 വർഷം കൊണ്ട് 2000 ഉയർത്തി. ഈ തുക 3000 രൂപയായി ഉയർത്തുമെന്ന് LDF വാഗ്ദാനം ചെയ്യുന്നു. അഭ്യസ്ത വിദ്യർക്ക് ജോലി ഉറപ്പു നൽകുമെന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉറപ്പാക്കൽ, ബാക്ക് ടു ബാക്ക് ക്യാമ്പസ് പദ്ധതി, സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ എന്നിവയും ഉറപ്പു നൽകുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിനും ഒട്ടേറെ പ്രഖ്യാപനങ്ങളുണ്ട്. 50% സ്ത്രീകൾക്ക് ജോലി ഉറപ്പ് നൽകുന്നു. 20 ലക്ഷം വീട്ടമ്മമാർക്കും തൊഴിൽ ഉറപ്പ് നൽകുന്നു. വിദ്യാഭ്യാസ രംഗത്തും ഒട്ടേറെ വാഗ്ദാനങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തെ ലോകോത്തര നിലവാരത്തിലാക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠന പിന്നോക്കം പരിഹരിക്കും. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് LDF ഉറപ്പു നൽകുന്നു. അതിനായി ശമ്പള പരിഷ്കരണം നടപ്പാക്കും. വിലക്കയറ്റം തടയും. കടലിൻ്റെ മക്കൾക്ക് ഉറപ്പുവരുത്തും. KSRTCയെ ലാഭത്തിലാക്കും. ജലഗതാഗതവും വാട്ടർ മെട്രോയും ശക്തിപ്പെടുത്തും. നവകേരളത്തിന് ജനകീയാസൂത്രണ ക്യാമ്പയിൻ, പവർ കട്ടില്ലാത്ത കേരളം, ഡിസൈൻഡ് സ്മാർട്ട് റോഡുകൾ, അതിവേഗ റെയിൽപാതയും റെയിൽ ഗതാഗത ശൃംഖലയും, താങ്ങുവില വർധന, പരമ്പരാഗത വ്യവസായങ്ങളുടെ നവീകരണം, തോട്ടവിളകൾക്ക് പുതിയ കർമ്മപരിപാടി, പൊതുമേഖലയെ വിപുലപ്പെടുത്തൽ, ടൂറിസം വളർച്ച, മിഷൻ 1 ലക്ഷം, മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കൽ തുടങ്ങിയ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിലുണ്ട്. ചെഗുവേരയെ അധിക്ഷേപിച്ച് കേരളത്തിലെ കോൺഗ്രസ്. വിവാദമായി സോഷ്യൽ മീഡിയ പോസ്റ്റ്. ലോകം ആദരിക്കുന്ന വിപ്ലവ പോരാളി ചെഗുവേരയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സിൽ ചെഗുവേരയെ അധിക്ഷേപിക്കുന്ന ചിത്രം പങ്കുവച്ചു. കോൺഗ്രസ് കേരള എന്ന ഔദ്യോഗിക പേജിൽ ഇത്തരം ഒരു ചിത്രം പങ്കുവച്ചതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമാണ് ഉയരുന്നത്. 1959 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഔദ്യോഗികമായി സ്വീകരിച്ച വ്യക്തിത്വമാണ്
കോൺഗ്രസ് ഇപ്പോൾ പരിഹസിക്കുന്നതെന്ന വൈരുദ്ധ്യമാണ് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത്. ക്യൂബൻ വിപ്ലവത്തിന് ശേഷം ഇന്ത്യ സന്ദർശിച്ച ചെഗുവേരയെ നെഹ്റു ഡൽഹിയിൽ ഊഷ്മളമായാണ് വരവേറ്റത്. അത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു. വിപ്ലവകാരി ചെഗുവേരയെ പരിഹസിച്ചുകൊണ്ടുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന പരിഹാസത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ചർച്ചയാകുന്നത്. അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രതീകത്തെ തള്ളിപ്പറയുന്നതിലൂടെ കോൺഗ്രസ് അതിൻ്റെ തന്നെ ചരിത്രത്തെയും അന്താരാഷ്ട്ര നിലപാടുകളെയും വിസ്തരിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്നു. പലസ്തീൻ മുതൽ ദക്ഷിണാഫ്രിക്ക വരെയും വിയറ്റ്നാം വരെയും ലോകമെമ്പാടുമുള്ള അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെയും വിമോചന സമരങ്ങളുടെയും അടയാളമായി ഇന്നും ചെഗുവേരയുടെ ചിത്രങ്ങളും ചുവർ ചിത്രങ്ങളും ജ്വലിച്ച് നിൽക്കുന്നു. വിദേശാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ആഗോള പ്രതീകമായാണ് അദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ചുട്ടുപൊള്ളി കേരളം, 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കൊല്ലത്തും പാലക്കാട്ടും താപനില 38 ഡിഗ്രി കടന്നേക്കും. സംസ്ഥാനത്ത് വേനൽ ചൂട് കഠിനമാകുന്നു. ഉയർന്ന താപനില കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കുമെന്നാണ് പ്രവചനം. മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ ചൂട് കൂടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ് കൂടുന്നതിനാൽ മലയോര മേഖലകളിൽ ഒഴികെയുള്ള ഇടങ്ങളിൽ വരും മണിക്കൂറുകളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാലാവസ്ഥ അനുഭവപ്പെടും. കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. കഠിനമായ ചൂട് നിർജ്ജലീകരണത്തിന് കാരണമാകും. അതിനാൽ ദാഹം തോന്നുന്നില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഉച്ചയ്ക്ക് 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് വെയിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. കുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ എന്നിവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഉഷ്ണതരംഗ സാഹചര്യം ഒഴിവാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സർക്കാർ അറിയിച്ചു. തൊഴിൽ സമയങ്ങളിൽ ക്രമീകരണം വരുത്താനും നിർമ്മാണ മേഖലയിലുള്ളവർക്ക് വിശ്രമം അനുവദിക്കുവാനും തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തീപിടുത്തങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അഗ്നിശമനസേന അറിയിച്ചു. വയനാട് ഫണ്ട് പിരിവ് ചോദ്യത്തിൽ വിരളിപ്പൂണ്ട് സതീശനും KC വേണുഗോപാലും. വയനാടിന് വേണ്ടി പിരിച്ച ഫണ്ട് എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ മാധ്യമപ്രവർത്തകർക്ക് നേരെ രോഷാകുലരായി പ്രതിപക്ഷ നേതാവ് VD സതീശനും KC വേണുഗോപാലും. UDFിന്റെ മാനിഫെസ്റ്റോ പ്രകാശനത്തിൽ ഉയർന്ന ചോദ്യങ്ങളോടാണ് ഇരുവരും രൂക്ഷമായി പ്രതികരിച്ചത്. വയനാടുമായി ബന്ധപ്പെട്ട എന്ന ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനിൽ നിന്നും മൈക്ക് വാങ്ങിവയ്ക്കാൻ ആയിരുന്നു VD സതീശന്റെ നിർദ്ദേശം. മാനിഫെസ്റ്റോ പ്രകാശനത്തിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം മതിയെന്നായിരുന്നു സതീശന്റെ നിലപാട്. ചോദ്യങ്ങളിലൂടെ രക്ഷാകുലനാക്കി ഇറങ്ങിപ്പോകാൻ മാധ്യമപ്രവർത്തകർ പ്രേരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. വയനാടിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ വിവരങ്ങൾ പുറത്തുവിടാനുള്ള ധാർമ്മികത കോൺഗ്രസിന് ഇല്ലേ എന്ന ചോദ്യത്തിന് സമാനമായ ഭീഷണി സ്വരമാണ് KC വേണുഗോപാലിൽ നിന്നും ഉയർന്നത്. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ ചൂടായില്ലേ എന്നാണ് KC വേണുഗോപാൽ ചോദിക്കുന്നു. ചോദ്യം ആവർത്തിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേറെയൊന്നും ചോദിക്കാനില്ലേ എന്നും വേണുഗോപാൽ ചോദിക്കുന്നു. മരുന്ന് വിതരണത്തെക്കുറിച്ച് ചോദിക്കൂ എന്ന വിചിത്രവാദവും അദ്ദേഹം നടത്തി. വയനാട് ഫണ്ട് പിരിവിൽ വ്യക്തമായ മറുപടി ഇല്ലാത്തതിനെ തുടർന്നാണ് ഇരുവരും മുട്ടുന്യായവും വിചിത്രവാദവും നടത്തുന്നതിന് അടിസ്ഥാനം. വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് കോൺഗ്രസ് നേതാക്കൾ രോഷാകുലരായി പ്രതികരിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ആദ്യം DYFI പിരിച്ച ഫണ്ടിന്റെ വിവരങ്ങൾ പുറത്തുവിടട്ടെ എന്നായിരുന്നു വാദം. പിരിച്ച പണത്തിന്റെ വ്യക്തമായ കണക്ക് DYFI പുറത്തുവിട്ടതോടെ കോൺഗ്രസ് നേതൃത്വത്തിന് മൗനം പാലിക്കേണ്ടി വന്നു. തുടർന്നുള്ള വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് കയറക്കിയല്ലാതെ കോൺഗ്രസിന് മറ്റു വഴികളില്ല എന്നതിന്റെ തെളിവ് കൂടിയാവുകയാണ് VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും പ്രതികരണങ്ങൾ. ചാനൽ ചർച്ചയിൽ ഇരുന്ന് വയനാടിന് വേണ്ടി CPM കേന്ദ്ര കമ്മിറ്റി പിരിച്ച തുക അപഹരിച്ചു എന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ ആക്ഷേപത്തിന് കൃത്യമായ കണക്കുകൾ നിരത്തി അരമണിക്കൂറിനുള്ളിൽ CPM മറുപടി നൽകുകയും ചെയ്തു. ഇതോടെ കോൺഗ്രസ് നേതൃത്വം വീണ്ടും അപഹാസ്യരായി മാറി. മോദിയുടേത് ഏറ്റവും ഭയാനകമായ കാലം. ആത്മഹത്യ ചെയ്തത് 1.5 ലക്ഷം കർഷകരും തൊഴിലാളികളും. വിജു കൃഷ്ണൻ. ഇന്ത്യയുടെ ഏറ്റവും ഭയാനകമായ കാലമാണ് മോദിയുടെ ഭരണകാലമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജു കൃഷ്ണൻ പറഞ്ഞു. സർക്കാർ കണക്ക് പ്രകാരം 11 വർഷത്തിനിടെ കണക്കെടുപ്പിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തത് 1.5 ലക്ഷം കർഷകരും തൊഴിലാളികളുമാണ്.
തൊഴിൽ തേടി മറ്റ് സംസ്ഥാനങ്ങളിലെത്തിയ 3.5 ലക്ഷം പേരും ആത്മഹത്യ ചെയ്തു. സ്ത്രീകളോ പാട്ടകൃഷിക്കാരോ ഭൂരഹിതരോ ആദിവാസി ദളിത് വിഭാഗങ്ങളോ ആത്മഹത്യ ചെയ്തത് സർക്കാർ കണക്കിലില്ല. പശ്ചിമ ബംഗാൾ, ബീഹാർ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്ന് ആത്മഹത്യയിലെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത്. യഥാർത്ഥത്തിൽ 10 ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു സർക്കാരിൻ്റെ നയം കാരണം ഇത്രയധികം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് ലോക ചരിത്രത്തിലാദ്യമാണ്. കേരളത്തിൽ LDF സർക്കാർ ഒരു കിൻഡൽ നെല്ല് സംഭരിക്കുന്നത് 30,000 രൂപയ്ക്കാണ്. എന്നാൽ കേരളം 30,000 രൂപ കൊടുത്താൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നെല്ല് സംഭരിക്കേണ്ടതില്ലെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. വിഹിതം നൽകാതെ കേന്ദ്ര സർക്കാർ കൃത്രിമ പ്രതിസന്ധി ഉണ്ടാക്കി. കേരളത്തിൽ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ 95% കിൻഡലിന് 3,000 രൂപ നൽകി സംഭരിക്കുന്നത്. 26,000 കുട്ടികളാണ് മഹാരാഷ്ട്രയിൽ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചത്. ഇതിനേക്കാൾ ഭയാനകമാണ് മറ്റ് സംസ്ഥാനങ്ങളിലേത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നുണ പറയാൻ നരേന്ദ്രമോദിയുമായി മത്സരിക്കുകയാണ്. VD സതീശൻ്റെ നിലവാരത്തിലേക്ക് രാഹുൽ ഗാന്ധിയും എത്തി. BJPയുമായി ഡീൽ നടത്തുന്നത് കോൺഗ്രസാണ്. 120 കോൺഗ്രസ് MPമാരും MLAമാരും 7 AIC സെക്രട്ടറിമാരും BJPയായി. അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് MLAമാർ ഒന്നടങ്കം BJPയായി. ഗോവയിൽ ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചത് BJPയുമാണ്. ജനപക്ഷ വികസനം ഉറപ്പാക്കിയാണ് LDF എന്നും അദ്ദേഹം പറഞ്ഞു. LPG ക്ഷാമം മൂലം ഹോട്ടൽ അടച്ചുപൂട്ടി ഉടമ മരിച്ച നിലയിൽ. കൊച്ചിയിൽ ഹോട്ടൽ ഉടമയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പാവൂർ മുണ്ടക്കുഴ കൊടമ്പുറം KK രാജനാണ് മരിച്ചത്. കാക്കനാട് KKR ബേക്സ് ആൻഡ് ജ്യൂസസ് സ്ഥാപന ഉടമയാണ് രാജൻ. LPG ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഹോട്ടൽ അടച്ചു പൂട്ടിയിരുന്നു. ഈ വർഷം ജനുവരിയിലാണ് രാജൻ ഹോട്ടൽ ആരംഭിച്ചത്. മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തും മുൻപേ LPG ക്ഷാമം വന്നത് രാജന് വലിയ തിരിച്ചടിയായി. സാമ്പത്തിക പ്രതിസന്ധിയാണ് രാജന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യം കടുത്ത LPG ക്ഷാമത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഇതോടെ പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് ഹോട്ടൽ മേഖലയെ സാരമായി ബാധിച്ചു. രാജ്യത്തെ ഭൂരിഭാഗം ഹോട്ടലുകളും അടച്ചുപൂട്ടിയ അവസ്ഥയാണ്. പലരും വിറകടുപ്പിലേക്ക് മാറിപ്പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തിവരുന്നു. LPG ക്ഷാമം ഹോട്ടൽ ജീവനക്കാർക്ക് തിരിച്ചടിയാകുമ്പോൾ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ഇരുട്ടടിയായി. പാചകവാതക സിലിണ്ടർ ഒന്നിന് 195 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നയതന്ത്ര നീക്കം ഇന്ത്യ പങ്കെടുത്തു. US ഇസ്രായേൽ സഖ്യം ഇറാനെതിരെ കടന്നാക്രമണം കടുപ്പിക്കുകയാണ്. ഇതിനെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു. ഹോർമുസ് വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ച് നയതന്ത്ര ചർച്ച നടത്തി ബ്രിട്ടൻ. 40ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര വിദഗ്ധരുടെ ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുത്തു. വെർച്വലായി നടന്ന യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് യോഗം ചേർന്നത്. സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലുകൾ പശ്ചിമേഷ്യയെ കലുഷിതമാക്കുന്ന പശ്ചാത്തലത്തിൽ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനുള്ള ഈ നീക്കം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ തുടർച്ചയായ സംഘർഷങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കപ്പലുകൾ പിടിച്ചെടുക്കുന്നതും ഡ്രോൺ ആക്രമണങ്ങളും എണ്ണ വിതരണത്തെ ബാധിക്കുകയും ആഗോള വിപണിയിൽ ഇന്ധനവില കുതിക്കാൻ കാരണമാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അയൽരാജ്യങ്ങളെയും UN പ്രതിനിധികളെയും ഉൾപ്പെടുത്തി സമാധാന ചർച്ചകൾ നടക്കുന്നത്. കൊള്ളസംഘമായി കോൺഗ്രസ്. വയനാട്ടിൽ സ്ഥലം വാങ്ങിയതിലും തട്ടിപ്പ്. ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കാൻ കോടികൾ പിരിച്ച് വഞ്ചിച്ച കോൺഗ്രസ് ഭൂമി വാങ്ങിയതു മുതൽ തട്ടിപ്പ് തുടങ്ങി. 5 കോടി രൂപ കൊടുത്താണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് ഭൂമി വാങ്ങിയതെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യാഴാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ സ്ഥലത്തിൻ്റെ ആധാര പ്രകാരം 3,21 ലക്ഷമാണ് സ്ഥലത്തിന് കൊടുത്തതായി കാണിച്ചിരിക്കുന്നത്. സ്ഥലം വാങ്ങിയത് മുതൽ കോൺഗ്രസ് തട്ടിപ്പ് നടത്തിയെന്നാണ് സണ്ണി ജോസഫിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. KPCC പ്രസിഡന്റിൻ്റെ അവകാശവാദവും രേഖയിലെ കണക്കും വെച്ച് നോക്കുമ്പോൾ 1.25 കോടിയുള്ള വെട്ടിപ്പാണ് നടന്നതെന്ന് വ്യക്തമാണെന്ന് CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖും പറഞ്ഞു. ശവം തൂക്കികൾ സ്ഥലം വാങ്ങിയ ഇടപാടിലും തട്ടിപ്പ് നടത്തിയെന്ന് തന്നെയാണ് വ്യക്തമാവുകയാണെന്നും ബാങ്ക് രേഖകൾ പുറത്തുവിട്ടാൽ KPCC പ്രസിഡന്റ് പറഞ്ഞ 5 കോടി രൂപ സ്ഥലത്തിന് നൽകിയോ എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുമെന്നും റഫീഖ് പറഞ്ഞു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി പ്രത്യേക ആപ്പ് ഉപയോഗിച്ച് കോൺഗ്രസ് നടത്തിയ പണപ്പിരിവിൽ 150 കോടിയോളം രൂപ ലഭിച്ചതായി വിവരം ലഭിച്ചിരുന്നു. ഇത്ര വലിയ തുകയായതുകൊണ്ട് തന്നെയാണ് പിരിച്ച പണവും അതിലുപയോഗിച്ച ആപ്പും മുക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒഴുക്കുന്ന കോടികളിൽ വയനാട് ഫണ്ടും ഉൾപ്പെടും. ഉരുൾപൊട്ടൽ ദുരിത ബാധിതരുടെ കണ്ണീരൊപ്പാനും 100 വീട് നിർമ്മിക്കാനുമെന്ന പേരിൽ
150 കോടിയോളം രൂപ പിരിച്ചെന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് വിവരം പുറത്തായത്.